ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഭക്തജനങ്ങൾക്ക് എപ്പോഴും മംഗളവും സന്തോഷവും അരുളുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ നിർമ്മലമായ ശ്രീലകത്ത് ഉച്ചപൂജ കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നിരിക്കുകയാണ്. ഭഗവാന്റെ തിരുമേനിയിൽ കളഭത്തിൻ്റെ ദിവ്യഗന്ധവും പൂക്കളുടെ സുഗന്ധവും മനസ്സിനെ സച്ചിദാനന്ദപൂർണമാക്കുകയാണ്. ഇന്ന് നമ്മുടെ ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ അമ്പാടിയിലെ മനോഹരായ ഗോവർദ്ധനഗിരിധാരി എന്ന രൂപത്തിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. ആ തിരുരൂപം മനസ്സിലുറപ്പിച്ച് ധ്യാനിച്ച് ഭഗവാന്റെ ഓരോ അലങ്കാരത്തെയും അവിടുത്തെ പരമമായ ആത്മീയ തത്വങ്ങളെയും നമുക്ക് ധ്യാനിക്കാം. ഇന്ന് പൊന്നുണ്ണിക്കണ്ണൻ നല്ല തടിച്ചുരുണ്ട് ഒരു ഉണ്ണിക്കണ്ണനായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുചരണങ്ങളിൽ തിളങ്ങുന്ന പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഭഗവാൻ നിൽക്കുന്നത് എന്ന് നോക്കിയാലോ. ഭഗവാൻ ഇടത് കൈയിലെ ചെറിയ വിരലിൻ്റെ അറ്റത്ത് ഭീമാകാരമായ ഗോവർദ്ധന പർവ്വതം പൊക്കിപ്പിടിച്ചിരിക്കുകയാണ്. വലത്തെ തോളിൽ ചാരി വെച്ച് വിളിക്കാതെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഓടക്കുഴലും നമുക്ക് കാണാൻ പറ്റും. തിരുക്കൈകളിൽ ശോഭിക്കുന്ന കൈവളകളും തോൾവളകളും ചാർത്തിയിരിക്കുന്നു. എത്ര വലിയ ദുരന്തമാകുന്ന പേമാരിയും പ്രളയവും വന്നാലും തങ്ങളെ വിശ്വസിച്ച് ശരണമടയുന്ന ഭക്തർക്കായിട്ട് ഭഗവാൻ തൻ്റെ ചെറിയ വിരലാൽ സംരക്ഷണം നൽകും. നിങ്ങളെ കാത്തുരക്ഷിക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ് എന്ന ഭയം തീർക്കുന്ന അഭയവരദ ഭാവമാണ് ഇവിടെ കാണിക്കുന്നത്. വലത് കൈയിലെ ഓടക്കുഴല് ഭഗവാന്റെ ശാന്തതയെയും ഇടത് കൈയിലെ ആ ഗോവർദ്ധനഗിരി ആ മല ഭഗവാന്റെ അപാരമായ ശക്തിയെയും ഒരുപോലെ സൂചിപ്പിക്കുകയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൊൻതളകൾ ചാർത്തിയിട്ടുണ്ട്. അരയിൽ മനോഹരായ പട്ടുകോണകം ചാർത്തിയിരിക്കുന്നു. കുടവയറിനോട് ചേർന്ന് ശബ്ദിക്കുന്ന തിളങ്ങുന്ന കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. ഭക്തന് ഒരേ ഒരു ശരണം, സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും സാഗരത്തിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ഈ തളകെട്ടിയ തൃപ്പാദത്തിൽ മുറുകെ പിടിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ആ കിങ്ങിണിയുടെ നാദം മനസ്സിനുള്ളിലെ അജ്ഞാനത്തെ അകറ്റി ഈശ്വരീയ ചിന്തകൾ ഉണർത്തുന്നതാണ്. ഭഗവാന്റെ കഴുത്തിനോട് ചേർന്ന് ഒരു മാങ്ങാമാല അണിയിച്ചിട്ടുണ്ട്. പിന്നെ പതക്കണ്ട് വട്ടത്തിലുള്ള വളയം പോലുള്ള ഒരു മാലയും കൂടി ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. നെറ്റിത്തടത്തിൽ തിളങ്ങുന്ന സ്വർണ്ണഗോപിയുണ്ട്. ഇരു ചെവികളിലും തിളങ്ങുന്ന ചെവിപ്പൂക്കൾ ശോഭിക്കുന്നുണ്ട്. തിരുമുഖത്ത് അതിസുന്ദരമായ ആ മന്ദഹാസമുണ്ട്. സ്വർണ്ണഗോപി മൂന്നാം തൃക്കണ്ണിൻ്റെയും അറിവിൻ്റെയും അതായത് ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ഭക്തരുടെ മനസ്സിനുള്ളിലെ സകല സങ്കടങ്ങളെയും മായ്ച്ചു കളഞ്ഞ് ആത്മീയ ആനന്ദം പ്രദാനം ചെയ്യുന്നതാണ് ഭഗവാന്റെ ആ മന്ദഹാസം. ഭഗവാന്റെ ശിരസിൽ ഒരു പൊന്നും കിരീടം ചാർത്തിയിരിക്കുന്നു. കിരീടത്തിന് മുകളിലായിട്ട് 2 തിരുമുടിമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒന്ന് വെളുത്ത പൂക്കൾ മാത്രമുള്ളതും മറ്റൊന്ന് തെച്ചിയും തുളസിയും ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതുമാണ്. ഭഗവാന്റെ കഴുത്തിൽ 3 ഉണ്ടമാലകൾ ചാർത്തിയിരിക്കുന്നു. താമര, തുളസി, തെച്ചിവ എന്നിവ ഇടകലർത്തി കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ് ആ ഉണ്ടമാലകൾ. അതിനൊക്കെ മുകളിലായിട്ട് തെച്ചിപ്പൂവ്, താമര, തുളസി, വെളുത്ത പൂവ്, തുളസി, അങ്ങനെ തുളസിമാലകൾ മാത്രമായിട്ട് അങ്ങനെ 5-6 വിധാനമാലകളും ചാർത്തിയിട്ടുണ്ട്. ഭഗവാനിൽ അർപ്പിക്കുന്ന ഓരോ തുളസീദളവും പൂവും അതൊക്കെ ഭക്തിയുടെ പ്രതീകമായിട്ടാണ്. വെളുത്ത പൂക്കള് സ്വാത്വിക ഗുണത്തെയും തെച്ചിപ്പൂവ് രാജസ ഗുണത്തെയും തുളസി പൂർണ്ണമായ ആത്മസമർപ്പണത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവനേ രക്ഷ രക്ഷ ജനാർദ്ദന. എൻ്റെ ഗുരുവായൂരപ്പ, ഈ ശ്രീലകത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് ഞങ്ങളെ കാത്തുരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന അവിടുത്തെ സച്ചിദാനന്ദ സ്വരൂപം ഞങ്ങളുടെ മനസ്സിൽ എന്നും ശോഭിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ നാവ് തളരാതെ എന്ന് അവിടുത്തെ തിരുനാമങ്ങളെ ജപിക്കാനുള്ള അനുഗ്രഹം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പൻ്റെ ഈ ഗോവർദ്ധന ഗിരിധാരി രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ നാമങ്ങളെ ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.